Okay, good afternoon. All of you, welcome to Wisdom College online classes. Let me introduce myself. My name is Rahul and my subject is English. നമുക്ക് എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് ഗ്രാമർ ഇല്ലാതെ നമുക്ക് ഒരു സെൻറ്റൻസ് പോലും നമുക്ക് പറയുവാനോ അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതുവാനോ നമുക്ക് സാധ്യമല്ല. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒരുപക്ഷെ അറിഞ്ഞുകൂടായിരിക്കാം. പക്ഷെ ആർട്ടിക്കിൾ നമ്മൾ എന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ ആർട്ടിക്കിൾ. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ. ആർട്ടിക്കിൾ എ ആൻഡ് ദ എന്നിവയാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതായത് എ ആൻഡ് ദ എന്നിവയെ ആർട്ടിക്കിൾ എന്ന് പറയും. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എ ആൻഡ് ദ ആർ കോൾഡ് ആർട്ടിക്കിൾസ്. എ and the are called articles. ആർട്ടിക്കിൾസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആർട്ടിക്കിൾസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ടു കാറ്റഗറീസ്. ദേ ആർ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അതായത് ആർട്ടിക്കിൾസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളും സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇനി ഇതിൽ ഏതാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ? അതുകൊണ്ട് തന്നെ ഇതിൽ ഏതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ? ദ എന്ന് പറയുന്ന ആർട്ടിക്കിളിനെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും എ ആൻഡ് ആൺ എന്നീ ആർട്ടിക്കിളിനെ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഷോൾ വി സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, the is called a definite article because it particularize or defines a person or thing. അതായത് the എന്ന് പറയുന്നതിനെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ the എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഒരു വസ്തുവിനെയോ അതുമല്ലെങ്കിൽ ഒരു നാമത്തിനെയോ നമ്മൾ നമ്മൾ എടുത്തു പറയുന്നതിന് വേണ്ടിയിട്ട് ആണ് the എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. ഇതാണ് ആർട്ടിക്കിളിന്റെ ഡെഫിനിഷൻ. ഇനി നമ്മൾ എവിടെയൊക്കെയാണ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത് അതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഫസ്റ്റ് എന്ന് പറയുന്നത് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ടു ബിഫോർ ദ നൗൺസ് ഇറ്റ് യുണീക്ക് തിങ്സ് ഓർ പേഴ്സൺസ്. അതായത് യുണീക്ക് ആയിട്ടുള്ള തിങ്സിന് മുന്നിലായിട്ടും യുണീക്ക് ആയിട്ടുള്ള പേഴ്സൺസിന് മുന്നിലായിട്ടും നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കും. നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റും. മൂൺ, നമ്മൾ അതിനെ ദ മൂൺ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ എർത്ത്, മൂൺ, എർത്ത് എന്നിവ യുണീക്ക് ആയിട്ടുള്ള തിങ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനു മുമ്പിലായിട്ട് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ ആർട്ടിക്കിൾ ഷുഡ് യൂസ്ഡ് ടു ഡിനോട്ട് എ ക്ലാസ്. ഒരു ക്ലാസിനെ എടുത്തു പറയുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ സെക്കൻഡ് പോയിന്റ്, ഒരു ക്ലാസിനെ എടുത്തു പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഒരു ക്ലാസിനെ നമ്മൾ വീണ്ടും എടുത്തു പറയുന്നതിന് വേണ്ടിയിട്ടാണ് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ദ നെയിംസ് ഓഫ് മൗണ്ടെയിൻ റേഞ്ചസ് ഓർ ഐലൻഡ് ഗ്രൂപ്പ്സ്. അതായത് മൗണ്ടെയിൻ റേഞ്ചസിന് മുന്നിലായിട്ടോ ഐലൻഡ് ഗ്രൂപ്പുകൾക്ക് മുന്നിലായിട്ടോ നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. എവിടെയൊക്കെയാണ്? ബിഫോർ ദ മൗണ്ടെയിൻ റേഞ്ചസ് ആൻഡ് ദി ഐലൻഡ് ഗ്രൂപ്പ്സ്. അവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ സിംഗിൾ ആയിട്ടുള്ള മൗണ്ടെയിനോ അതുകൊണ്ടൊക്കെ തന്നെ സിംഗിൾ ആയിട്ടുള്ള ഐലൻഡുകളോ പറയുന്നുവെങ്കിൽ അവിടെ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നില്ല. സിംഗിൾ ആയിട്ടുള്ള മൗണ്ടെയിൻസ് വന്നാലും സിംഗിൾ ആയിട്ടുള്ള ഐലൻഡ് വന്നാലും നമ്മൾ അവിടെ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യും. നമ്മൾ ഒരിക്കലും പറയില്ല ദ എവറസ്റ്റ്, ദ ശ്രീലങ്ക എന്നിങ്ങനെ നമ്മൾ ഒരിക്കലും പറയാറില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ആർട്ടിക്കിൾ ഉപയോഗിക്കുന്ന ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ബിഫോർ ദ നെയിംസ് ഓഫ് റിവർ, ഓഷൻ, സീസ്, കനാൽസ്, സ്ട്രെയ്റ്റ്സ് ആൻഡ് ഗൾഫ്. അതായത് ഓഷനുകൾക്ക് മുന്നിലായിട്ട്, കനാലുകൾക്ക് മുന്നിലായിട്ട്, സീകൾക്ക് മുന്നിലായിട്ട്, ഗൾഫ് മുന്നിലായിട്ട്, സ്ട്രെയ്റ്റ് മുന്നിലായിട്ട്, റിവർ എന്നിവയ്ക്ക് മുമ്പിലായിട്ട് നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. അതായത് എക്സാമ്പിൾ ദ നൈൽ. ഇതുപോലുള്ള എക്സാമ്പിൾ നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബിഫോർ ദ നെയിംസ് ഓഫ് ഡെസേർട്ട്, ഫോറസ്റ്റ്,
hotels, ships, trains and inns. Okay, ഒരിക്കൽ കൂടി ആ പോയിന്റ് എന്ന് പറയുന്നത് ബിഫോർ ദ നെയിംസ് ഓഫ് ഡെസേർട്ട്, ഷിപ്പ്, ട്രെയിൻസ്, ഫ്ലീറ്റ്സ്, ഇൻസ് എന്നീ സ്ഥലങ്ങളിൽ നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബിഫോർ ദ നെയിംസ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ബാങ്ക് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ്, അതായത് ഗവൺമെന്റ് ഡിപ്പാർട്ടുകൾക്ക് മുന്നിലായിട്ട് നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. എസ്റ്റാബ്ലിഷുകൾക്ക് മുന്നിലായിട്ട് നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ബാങ്കുകൾക്ക് മുന്നിലായിട്ട് നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ദ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, ദ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നിങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബിഫോർ ദ നെയിംസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, ഹോളി ബുക്സ്, ഓൾഡ് എപ്പിക് പോയംസ് ആൻഡ് റെഫറൻസ് ബുക്സ്. അതായത് ഹോളി ബുക്സുകൾക്ക് മുന്നിലായിട്ട്, ന്യൂസ് പേപ്പറുകൾക്ക് മുന്നിലായിട്ട്, പിന്നെ റെഫറൻസ് ബുക്കുകൾക്ക് മുന്നിലായിട്ട്, പിന്നെ പഴയ ഓൾഡ് ആയിട്ടുള്ള എപ്പിക് പോയംസിന് മുന്നിലായിട്ടും നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, ദ ഈസ് യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് കൺട്രീസ് വിച്ച് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്മോളർ പാർട്സ് ഓർ യൂണിറ്റ്സ്. അതായത് ചെറിയ പാർട്സുകളോ ചെറിയ യൂണിറ്റുകളോ ചേർന്നുണ്ടായ രാജ്യങ്ങൾക്ക് മുന്നിലായിട്ട് നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേർഡ്സ് ലൈക്ക് കിങ്ഡം, റിപ്പബ്ലിക് എന്നിവയ്ക്ക് മുന്നിലായിട്ടും നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രികൾക്ക് മുന്നിലായിട്ട് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രീസിന് മുന്നിലായിട്ട് നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വേർഡ്സ് ലൈക്ക് അൾട്ടിമേറ്റ്, നെക്സ്റ്റ്, ലാസ്റ്റ്, ഫസ്റ്റ്, സെക്കൻഡ് എന്നീ വേർഡ്സുകൾക്ക് മുന്നിലായിട്ടും നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൽ കൂടുതലായിട്ട് ഉള്ള എക്സാമ്പിളുകളൊന്നും ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഓരോരുത്തരും ഇതിന് ഓരോ എക്സാമ്പിളുകൾ കണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.